പ്രശാന്ത സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമമാണ് തോപ്പണം. നല്ലവരായ മനുഷ്യർ മാത്രം ജീവിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലാത്ത കേരളത്തിലെ ഒരു മാതൃകാ ഗ്രാമം. ആ ഗ്രാമത്തിലെ ഏക വിദ്യാലയമായ തോപ്പണംകോട് ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ഒത്തുകൂടുകയാണ്. അവരുടെ ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമ വേദിയിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത്രയും നേരമായിട്ട് ഒറ്റ ഒരുത്തനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഒരു പഞ്ച്വാലിറ്റി ഇല്ലാത്ത ആൾക്കാര്, അത് ഞങ്ങളുടെ ലിവർപൂളുകാരെ കണ്ടു പഠിക്കണം. 9 മണിക്ക് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞ കറക്റ്റ് 9 മണിക്ക് തന്നെ എല്ലാവരും പ്രോഗ്രാമിൽ എത്തിയിരിക്കും. അല്ലാതെ ചുമ്മാ ഒരു റീയൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനും എത്തിയിട്ടില്ല. വെറുതെ കാണാൻ നമ്മുടെ നാട് നന്നാവാത്തത്. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടപ്പോ എല്ലാവരും കൈവക്കിയിട്ടുണ്ടായിരുന്നു. സമയമാകുമ്പോ ഒറ്റ ഒരുത്തനെയും കാണാനില്ല. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ എല്ലാവരും ചുമ്മാ അങ്ങ് കൈപൊക്കുമോ? എന്താണെന്ന് വായിച്ചു പോലും നോക്കാതെ ചിലരൊക്കെ കൈപൊക്കിയിരിക്കുന്നു. ഇതിൽ കൈവക്കി എടുത്ത് അങ്ങ് അതിർത്തിയിൽ കാവൽ നിൽക്കുക നമ്മുടെ വട്ടാളക്കാരൻ പുരുഷു. അവനൊക്കെ വരൂ ഒരു അതും ശരിയാ. പുരുഷ ഇനി യുദ്ധമൊക്കെ കഴിഞ്ഞ് എന്തെത്താന്? അതൊക്കെ എന്റെ പണിക്കാ. എല്ലാവരും ബംഗാളികളെ 8 മണിയാകുമ്പോൾ പണി സൈറ്റിൽ വന്നിരിക്കും. കറക്റ്റ് സമയത്ത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വന്നില്ലെങ്കിൽ എല്ലാത്തിനെയും 4 മണിക്ക് അടിക്കും. അതുകൊണ്ട് 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ എല്ലാ ബംഗാളികളും എന്റെ സൈറ്റിൽ വന്നിരിക്കും. അതിപ്പോ എല്ലാ ഉടായ്പകളും നമ്മുടെ മലയാളികൾ പഠിപ്പിച്ചു കൊടുത്തോളൂ. അതോർത്ത് നീ വിഷമിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ മലയാളികളെ ഒന്നും പണിക്ക് നിർത്താതെ ബംഗാളികളെ മാത്രം പണി സൈറ്റിൽ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? 9 മണിക്ക് റീയൂണിയൻ എന്ന് പറഞ്ഞിട്ട് ആരും എത്തിയില്ലല്ലോ. ആകെപ്പാടെ ഒരു കോൺട്രാക്ടർ എടുത്തിനും എത്തിയത്. ഇവന്മാരെല്ലാം പറ്റിച്ച് ഒരു ബക്കറ്റ് വീട് നടത്താമെന്ന് വിചാരിച്ചിട്ട് ആരും എത്തിയിട്ടില്ലല്ലോ. ഇവന്മാരെ തന്നെ പറ്റിക്കാം. എവിടെ പോയാലും നേതാവ് സ്ഥിരം പിരിവിനുള്ള ബക്കറ്റും തൂക്കിക്കൊണ്ടാണ് നടക്കുന്നത്. ചിലർക്കൊക്കെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ ജീവിച്ചു പോകാം. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ സ്ഥാനാർത്ഥി നീ ആണെന്നാണല്ലോ കേട്ടത്. നേരാണോടാ പോയി? നീ കേട്ടാ നേരെ തന്നെയാ. അതിന്റെ ബക്കറ്റ് വീട് ഞാൻ ഇപ്പോഴേ തുടങ്ങി. നിന്റെ ഒരു 501 രൂപ ഇപ്പൊ തന്നെ ഇട്ടേരെ. ചുമ്മാതല്ല നിന്നെ നാട്ടുകാർ ബക്കറ്റ് ബെൽസൺ എന്ന് പേര് വിളിക്കുന്നത്. ഇതാരാ? നമ്മുടെ ജൂനിയർ യേശുദാസോ? നമ്മുടെ കോക്കണംകോട് തങ്കച്ചനല്ലേ ഇത്? എന്റെ ദൈവമേ, ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടാൻ നടന്നവന. ഇപ്പോൾ ഒരു ഗായകൻ അറിയപ്പെടുന്ന ജൂനിയർ യേശുദാസ്. എങ്ങനെ ഒപ്പിച്ചട ഇതൊക്കെ? സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം. അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു. എന്താ ഗ്വാളിയറിലോട്ട് വെച്ച് പിടിക്കാൻ? എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം? ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മറയിൽ. ഉസ്താദ് ബാദ്ഷാ ഖാൻ. മൂപ്പര് നല്ല ഫിറ്റാ. ആവശ്യം അറിയിച്ചു ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഊരുതടിയുടെ ഓട്ടക്കീശയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ലടോ. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു സാധനങ്ങൾ അടക്കി പാടി മുഴുവിക്കാൻ കിട്ടില്ല. മുഖമടച്ച ഒറ്റ ആട്ടായിരുന്നു. പിന്നെ ഹൃദയത്തിൽ സംഗീതവുമായി ഒരുപാട് കാണും. ഇന്നും തീരാത്ത പ്രവാസം. सफरों की जिंदगी जो कभी खत्म न हो जाती है. ശംഭോ മഹാദേവ. ഗാനഗോകുലം തങ്കച്ച, ഞങ്ങൾക്ക് വേണ്ടി നീ ഒരു നല്ല പാട്ട് പാടാ. ഇതുപോലുള്ള ചെറിയ സദസ്സുകളിലൊന്നും ഞാൻ പാടാറില്ല. നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാനൊരു പാട്ട് പാടാം. സിസിലി കുട്ടിരത്തെ പെട്ടി പാട്ടി തളര മുറുക്കാൻ പെട്ടി. സിസിലി കുട്ടിരത്തെ പെട്ടി പാട്ടി തളര മുറുക്കാൻ പെട്ടി. പാട്ടി പെട്ടി വട്ടപ്പെട്ടി പാട്ടി പെട്ടി വട്ടപ്പെട്ടി മറിയേ മേരാ കുട്ടി മണിയെ മേര സോപ്പ് പെട്ടി. മറിയേ മേരാ കുട്ടി മണിയെ മേര സോപ്പ് പെട്ടി.
നമ്മുടെ ട്രേഡ് മാർക്ക് വരുന്നുണ്ട്. അറുത്ത് കൈ ഉപ്പ് തേക്കാത്ത 100 രൂപയ്ക്ക് 10 രൂപ പലിശ മേടിക്കുന്നതെന്ന്. അച്ഛാ അച്ഛാ ബഹുത്ത് അച്ഛാ. ഹിന്ദിക്ക് വട്ടപൂജ മേടിച്ചവനാ സ്കൂളിൽ പഠിച്ചപ്പോ. ഇപ്പൊ വാ തുറന്ന ഹിന്ദിയെ പറയത്തുള്ളൂ. ജോസഫേ, കണ്ടു നീ കാശ് മേടിച്ച് മുങ്ങി നടക്കുക അല്ലേ? ഞാൻ കാശ് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ബോംബെയിലാണെന്നോ? ഇതാണോടാ നിന്റെ ബോംബെ? കാശ് മേടിക്കുമ്പോൾ നീ എനക്ക് എന്നാ സ്നേഹമായിരുന്നടാ. ഇന്ന് ഞാൻ കാശ് മേടിച്ചിട്ടേ പോകത്തുള്ളൂ. നീ ആ പൈസ എടുക്കും. ആ കൂട്ടുപലിശ ഞാനിപ്പോ തരാം. നമ്മുടെ നേതാവിന്റെ കൈ കാശിരിക്കുമ്പോഴേ നമുക്കെന്ത് മേടിക്കാനാ? എടാ നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാ. ഇപ്പോൾ ഞാനൊരു കോടീശ്വരനാണ്. എല്ലാ വിഷയത്തിലും ഫസ്റ്റ് റാങ്ക് മേടിച്ച് കുത്തിയിരുന്ന് പഠിച്ച നമ്മുടെ സുമേഷ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ്. ഇതാരായി പോകുന്നത്? അത് നമ്മുടെ കൂടെ പഠിച്ച ആമിനിയാണ്. ഇതെന്തൊരു വേഷമാണ് എന്റെ ആമനെ? എന്റെ റബ്ബേ, പീഡനവും ആണിവും കടൽമുട്ടും അരങ്ങു വാഴുന്ന ദൈവത്തിന് സ്വന്തം നാടായിരുന്ന കൊച്ചു കേരളത്തില് ഇപ്പൊ സ്ത്രീകൾക്ക് പേടിക്കാതിരിക്കാൻ പറ്റിയ വസ്ത്രം ഞമ്മന്റെ കുപ്പായുള്ളൂ. ഇന്നൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അതാണ് താമസിച്ചു പോയത്. രക്തം കണ്ട തല ഇറങ്ങി വീഴുന്നവനാ ഇപ്പൊ വലിയ ഡോക്ടർ. ഡോക്ടർ ഇന്നലെ എനിക്ക് വയറുവേദനയ്ക്ക് എഴുതുന്ന മരുന്ന് അന്വേഷിച്ചു. ഈ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ സ്റ്റോറിലും പോയി. ഒരിടത്തും ഈ മരുന്ന് സ്റ്റോക്ക് ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഡോക്ടർ ഒന്ന് വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു. എടാ, ഇത് എന്റെ പേര് തെളിയുമോ നോക്കിയതല്ലേ, അല്ലാതെ മരുന്ന് കുറിച്ച് തന്നൊന്നും അല്ല. ഇതുകൊണ്ട് നീ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ നിനക്ക് മരുന്ന് തരും? മോഹനവല്ലി ഇതുവരെ എത്തിയില്ലേ? നീ നിന്റെ ആ പഴയ കാമം ഇതുവരെ മറന്നില്ലല്ലേ കൊച്ചു കള്ള. അവളെ എങ്ങനെ മറക്കാൻ പറ്റും? പഠിക്കാനുള്ള പുസ്തകം തുറന്നാൽ കാണുന്നത് അവളുടെ കണ്ണുകളായിരുന്നു. വായനശാലയിലെ റേഡിയോയിലെ പാട്ടുകളൊക്കെ അവളെ കുറിച്ചുള്ളതായി. പ്രീ ഡിഗ്രിക്ക് അവള് ചേരുന്ന കോളേജിലെ ചേരൂ എന്ന് അന്നേ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും 2 മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഞങ്ങൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. മോഹനവല്ലി, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒരു അടുപ്പമായിരുന്നു നിന്നോട്. ഇത്രയും നാൾ നീ എവിടെയാണ്? ഞാൻ എന്ത് നോക്കുന്നു? നീ എന്റേത് മാത്രമാണെന്ന് ഞാൻ അഹങ്കരിച്ചതുകൊണ്ടാണ്, അതോ എന്റെ ജീവനേക്കാളേറെ ഞാൻ എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് നീ ഇതിൽ നിന്ന് മറന്നു പോയി? പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ അപ്പ പാവം എന്നോട് പോയാச்சு. அப்புறம் ഞാനും ബ്രദറും തിരികെ തഞ്ചാവൂർ പോയാச்சு. അന്നേക്ക് വിട പറഞ്ഞപ്പോ ഒരു വേള പോലും എന്നെ തിരുമ്പി നോക്കാഞ്ഞത് ഉങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. എൻ കണ്ണുകൾ നിറഞ്ഞത് നീ കാണാതിരിക്കാനായിരുന്നു. വരാന്തയിലും ക്ലാസ് മുറികളിലും പങ്കുവച്ച നമ്മുടെ ആ സ്നേഹം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു വിധിയാണ്. കണ്ണടച്ചാലും തുറന്നാലും കാണുന്നത് നിന്റെ മുഖം മാത്രമാണ്.
ഉറക്കം വരാത്ത രാത്രികളിൽ ഞാൻ ഇന്നും നിന്നെ കുറിച്ച് ഞാൻ ഉന്നെ എല്ലായിടത്തും സെർച്ച് பண்ணியாச்சு. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, ടെലഗ്രാം എല്ലായിടവും തേടിയാச்சு. എങ്കുമേ കിടക്കല. ആഹാ, അപ്പോൾ നീ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കേറി ഇറങ്ങി നടക്കുമായിരുന്നില്ലേ? മതിയടാ, നിർത്ത് പോ. ഗൾഫിൽ ജോലി ചെയ്ത് നമ്മുടെ അബ്ദുള്ള ഇതിൽ കണ്ടില്ലല്ലോ, അവനിന്ന് വരുമോ? ആക്കറിയാം. വെറും അബ്ദുള്ളയല്ല, ഷേഖ് അബ്ദുള്ള. അന്ന് ദുബായിൽ അറബിയുടെ ഇടം കൈയാണ് ഞാൻ. സാധാരണ എല്ലാരും വലങ്കൈ എന്നല്ലേ പറയാറ്? അന്ന് ദുബായിൽ എല്ലാം ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ വലങ്കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണല്ലോ. ഇവൻ ചിരിക്കുവാണോ കരയുവാണോ? എന്റെ റബ്ബേ, എന്തോ കൊടുക്കത്തെ ചൂടാ ഇവിടെ. AC ഒന്നും ഇല്ലേ? ഗൾഫിൽ എന്റെ വീട്ടിൽ കക്കൂസിൽ വരെ AC-യാ. ആടുജീവിതം സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇവന്റെ തള്ളു വിശ്വസിച്ചാണ്. ഇപ്പോൾ ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഗൾഫിലെ കാലാവസ്ഥയും അവിടുത്തെ ചൂടും. രാവിലെ മുതൽ എത്തിക്കുത്തിരുന്ന ഒട്ടകത്തെ കറന്ന് ആടിനെ നോക്കി പനയെ കയറി ഈന്തപ്പഴവും പറിച്ച് നടക്കുന്നവന് കേരളത്തിൽ വന്ന ചൂട് കൂടുതൽ. AC വേണം, അത്ര AC. ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ അങ്ങ് കൂലിപ്പണിയാണെന്ന്. ആ ബൈ ദ ബൈ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ ഇങ്ങോട്ടിട്ടേരെ. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുപോലുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. നീ വന്നോ? പുരുഷനൊപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വിട്ട ഒരു റോക്കറ്റ് വഴിതിരിച്ചു വിട്ട് അതിൽ കയറി ഞാനിങ്ങി പോകുന്നു. നിന്റെ ആ പഴയ വെടിപറിച്ച് വിത്ത് വരെ നിർത്തിയിട്ടില്ലല്ലേ? കൊള്ളാം. ഞങ്ങൾ പട്ടാളക്കാരെന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊക്കെ ഒരു പുച്ഛം. കോരിച്ചൊരിയുന്ന മഴയത്തും ഒരു വെയിലത്തും മരം കോച്ചുന്ന തണുപ്പിലും ഐസിലും ഇന്ത്യയുടെ അതിർത്തിയിൽ ഉറക്കളച്ച് കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇവിടെ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും വർഗീയതയുടെയും പേര് കിടന്ന് തമ്മിൽ തല്ലുന്നു. ഓ, അടുത്ത പിരിവുമായിട്ട് വരുന്നുണ്ട് അച്ഛൻ. നമ്മുടെ പണക്കാരൻ ക്ലീറ്റസിന്റെ വീട്ടിൽ ഒരു ഭവന സന്ദർശനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അല്പം താമസിച്ചു പോയത്. ഡോക്ടർ കുഞ്ഞാടെ, നിന്നെ ഇപ്പം പള്ളിയിലേക്കൊന്നും കാണാറില്ലല്ലോ. നമ്മുടെ സീരിയൽ നടി ചിഞ്ചുറാണി ഇതുവരെ കണ്ടില്ലല്ലോ. ചിഞ്ചു, നിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അച്ചോ, ഞാനിപ്പോൾ വലിയ തിരക്കിലല്ലേ. തമിഴിൽ നിന്ന് കന്നഡയിലേക്ക് ഓടുന്നു, കന്നഡയിൽ നിന്ന് തെലുങ്കിലേക്ക് ചാടുന്നു. എനിക്കങ്ങ് ഹിന്ദിയിൽ നിന്ന് വരെ വിളി വരുന്നു.
നടക്കുന്നുണ്ടെന്നേ. തിരക്ക് കാരണം ഒന്ന് ഇരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല എന്റെ അച്ചോ. പണ്ട് ചൊറിയും ചിറങ്ങും പിടിച്ച് നടന്നവളാ. അവള് പക്കത്തില് നാറിയിട്ട് ഇരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ പെരിയ സിനിമാ നടി. അവൾക്ക് മലയാളമേ നല്ല പേശ വരാது. അപ്പൊ പിന്നെ തെലുങ്ക് ഹിന്ദി പേശ എപ്പടി ഇരിക്കും? ചൊറിയും ചിറങ്ങും താരനൊക്കെ നിന്റെ വീട്ടുകാർക്കാടി. ഇത് ക്ലാസ്സോ അതോ ചന്തയോ? എങ്ങനെയാണോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? A²+B². നീ പറയടാ. പതിവ് പോലെ ഇന്നും ഇട്ടിട്ടില്ലല്ലേ? ഇനി നീ പറ. A²+B². C². ഭൂലോകത്തിന്റെ സ്പന്ദനം B²ഇലല്ലടാ, മാത്തമാറ്റിക്സിലാടാ. എന്റെ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നല്ലോ. എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങി എല്ലാ ഉത്തരങ്ങളും പറയുന്ന ഒരു പയ്യൻ. അവന്റെ പേര് ഞാൻ മറന്നു. ഒരു കറുത്ത മെലിഞ്ഞ ഒരു നരുന്തു പയ്യൻ. പക്ഷേ സുമേഷ് അല്ലേ? അവനോട് ഓട്ടോ ഓടിക്കുകയാണ്. അവനെ ഞാൻ കവല വെച്ച് കണ്ടിരുന്നു. അവൻ വരുമെന്നാ പറഞ്ഞേക്കുന്നത്. കുഞ്ഞാടുകളെ, നമുക്ക് പരിപാടി ആരംഭിച്ചാലോ? എനിക്ക് പോകാൻ അല്പം തിരക്കുണ്ടായിരുന്നു. നമ്മുടെ യോഗ നടപടികളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കലാതലകമായിരുന്ന അഭിരാമിയെയും എല്ലാവരുടെയും സ്വപ്ന പ്രണയിനിയായിരുന്ന ചിഞ്ചറാണിയെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തേങ്ങുപുരാനായി ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പാറിപ്പടർന്നു നടന്ന നമ്മുടെ സ്വന്തം പൂമ്പാറ്റയത്തിനെ സ്വാഗത പ്രസംഗം പറയാനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയ കുഞ്ഞാടുകളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തില്, ഈ സുദിനത്തില്, ഈ വേളയില് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മളെ പഠിപ്പിച്ച എല്ലാ മാഷുമാരെയും ആദരിക്കുവാൻ വേണ്ടി ക്ഷണിച്ചെങ്കിലും അവർക്ക് എല്ലാവർക്കും ജോലിത്തിരക്ക് മൂലം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. പക്ഷെ യാതൊരുവിധ വേലയും കൂലിയും ഇല്ലാത്ത കടുവ ചാക്കോ മാഷ് മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഭൂലോകത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് നമ്മളെ പഠിപ്പിച്ച മാഷിന് ഒരു സ്വീകരണവും പിന്നെ നമ്മുടെ 10 ബിയിലെ റീയൂണിയനുമാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പലർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. പക്ഷെ പലരും ഇവിടെ ഒത്തുകൂടി ഒരു നല്ല സായാഹ്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തില്, ഈ വേളയില്, ഈ നിമിഷത്തില് മാഷിനെ ഈ വേദിയിൽ 2 വാക്ക് സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. ഞാൻ പഠിപ്പിച്ച എന്റെ പ്രശസ്തരും മിടുക്കന്മാരും മിടുക്കികളുമായ വിദ്യാർത്ഥികളെ, ഈ റീയൂണിയന് നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഒരു നല്ല നിലയിൽ എത്തിച്ചേർന്നതിൽ എനിക്ക് അതിയായ അഭിമാനവുമുണ്ട്. ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സങ്കടമുള്ളത്. ഇത്രയും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതിൽ ഒരു ഗതിയും പിടിക്കാത്തത് ഇവൻ മാത്രമാണ്. സുമേഷേ, നീ എന്താടാ ഇത്രയും താമസിച്ചത്? നീ എന്താ വല്ല VIP വല്ലതാണോ? ക്ഷമിക്കണം മാഷേ, സമയത്തിന്റെ വിലയൊക്കെ എനിക്കറിയാം. ഞാൻ ഈ പരിപാടി കൂടാൻ വേണ്ടിട്ട് ഓടി വരുമായിരുന്നേ. അപ്പോ ഓടി വരുന്ന വഴിക്ക് റോഡില് ഒരു പിഞ്ചു കുഞ്ഞ് ഒരു ആക്സിഡന്റിൽ പെട്ട് ചോര എടുപ്പിച്ച് കിടക്കുന്നു. ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല. കുറെ അവന്മാര്, കുറെ സാമൂഹ്യ പ്രവർത്തകരായിരിക്കുക, അവരെല്ലാവരും കൂടെ ചുറ്റും നിന്ന് മൊബൈലിൽ പകർത്തി ലൈവ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്.
എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഓട്ടോയെ കയറ്റി ഞാൻ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കൃത്യസമയത്ത് ചെന്ന് കാരണം കുഞ്ഞ് രക്ഷപ്പെട്ടെന്ന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു. ഞാനത് കാരണം ഓട്ടം കുറച്ച് താമസിച്ചത്. ക്ഷമിക്കണേ. ഈ മാഷിന് എല്ലാവരോടും ഒരു സഹായം അഭ്യർത്ഥിക്കാനുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എന്റെ 3 പെൺകുട്ടികളെയും 10 ലക്ഷവും 101 പവനും ഒരു മാരുതിക്കാരും കൊടുത്താണ് കെട്ടിച്ചയച്ചത്. മൊത്തമൂറ്റ് ബാങ്കിൽ എന്റെ ആധാരം പണയം വെച്ചാണ് ഈ സ്വീകരണത്തുക കൊടുത്തത്. ഇപ്പോ എന്റെ വീടും പറമ്പും ബാങ്കുകാരുടെ ജപ്തിയിലാണ്. അപ്പോ ബാങ്കുകാർക്ക് കൊടുക്കാനുള്ള തുക സന്മനസ്സുള്ള നിങ്ങളെല്ലാവരും കൂടി എനിക്ക് നൽകണം. ചാക്കോ മാഷെ വിഷമിക്കേണ്ട. ചാക്കോ മാഷിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ട്. മാഷിന്റെ ബി പോസിറ്റീവ് കിഡ്നി ആവശ്യമുള്ള ഒരു പേഷ്യന്റ് എന്റെ പക്കലുണ്ട്. ചാക്കോ മാഷിന്റെ കിഡ്നി അങ്ങോട്ട് കൊടുക്കുന്നു, അവരുടെ കാശ് ഇങ്ങോട്ട് മേടിക്കുന്നു. ചാക്കോ മാഷിന്റെ വീടിന്റെ ജപ്തി ഒഴിവാക്കുന്നു. എന്റെ കിഡ്നി ഞാൻ നേരത്തെ തന്നെ ഒരു പാവപ്പെട്ട രോഗിക്ക് ദാനം ചെയ്തിരുന്നു. ഇനിയും തരാൻ എന്റെ കയ്യിൽ കിഡ്നി ഒന്നുമില്ല. അതെ, എനിക്ക് പോവാൻ അല്പം തിരക്കുണ്ട്. മാഷെ, ഇടവകയിൽ പുതിയതായി പണിയുന്ന ഓൾഡ് ഏജ് ഹോമിൽ ഒരു ബെഡ് എന്റെ സ്വന്തം പേരിൽ ഞാൻ തരാം. പക്ഷേ മാഷിന് കിട്ടുന്ന പെൻഷൻ കാശ് ഇങ്ങ് തരണം. സർക്കാരിന്റെ പെൻഷൻ കാശ് കിട്ടിയാ കിട്ടി. ഇനിയും കിട്ടിയാൽ തന്നെ എനിക്ക് മരുന്ന് വാങ്ങാൻ പോലും തികയാറില്ല. എനിക്കൊരു പ്രാർത്ഥനാ യോഗത്തിന് മുതലാളി വർക്കിയുടെ വീട്ടിൽ പോകാനുണ്ട്. മാഷിന്റെ വീട് ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യപ്രാപ്തിയോ പണമോ ഒന്നും എൻ്റെ കയ്യിലില്ല മാഷെ. ഞാനൊരു സാധാരണ ഓട്ടോ ഡ്രൈവറല്ലേ. പക്ഷെ എനിക്ക് 2 മുറിയുള്ള ഒരു കൊച്ചു കൂരയുണ്ട്. അതിലൊരു റൂമോ ഒരു മുറി ഞാൻ മാഷിന് തരാം. എനിക്ക് മാഷിന് തരാൻ പറ്റുന്ന ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുരുദക്ഷിണ ഇതിനേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഭൂലോകത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ് അല്ല മാഷേ? അല്ല, അത് സുമേഷിലാണ്. നന്മ നിറഞ്ഞവൻ സുമേഷ്. പോക്കണങ്കോട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി നമുക്കൊന്ന് പരിചയപ്പെടാം. ജോസഫ്, ബിനോയ് ജോർജ്, എൽദോ സണ്ണി, രഞ്ജിത്ത് ഗണേഷ്, സിൻഷോ മാത്യു, റോയി മാത്യു, മനോജ് ജോസഫ്, ഷെറിൻ, ജിൻസിമോൾ ചാക്കോ, അനിൽ ഹരി, ആശിഷ്, അഹിൽ റോബർട്ട് ആൻഡ് സാഹിബുമോൻ സണ്ണി.